ശ്രീ, അപ്പോൾ നമ്മുടെ ജെൻസി മാനിഫെസ്റ്റോയുടെ ഇതുവരെയുള്ള എപ്പിസോഡുകളൊക്കെ നമ്മൾ നല്ല പട്ടാപകലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇന്ന് ഇതാ ഈ സെറ്റപ്പ് കാണുമ്പോഴേ അറിയാം രാത്രിയാണ്, രാത്രി 10 മണിയോടെ എടുത്തിരിക്കുകയാണ്. എന്താ ഇപ്പം ഇങ്ങനെ ഒരു സെറ്റപ്പ്? നമ്മൾ ഈ സമയത്ത് എത്താനൊരു കാരണമുണ്ട്. അത്രയധികം തിരക്കുള്ള ഒരു സ്ഥാനാർത്ഥി ഓടിപ്പിടിച്ചെടുത്തതാണ്. സ്ഥാനാർത്ഥി ആരാ? സ്ഥാനാർത്ഥി മറ്റു ആരുമല്ല, മന്ത്രി കൂടിയായിട്ടുള്ള ബേപ്പൂരിന്റെ സ്വന്തം മുഹമ്മദ് റിയാസ് ആണ്. യെസ്. അപ്പോൾ ഇന്ന് മന്ത്രിയുടെ വിശേഷങ്ങളാണ് ജെൻസി മാനിഫെസ്റ്റോയിൽ കാണാൻ പോകുന്നത്. സോ വെൽക്കം ടു ജെൻസി മാനിഫെസ്റ്റോ. അപ്പോൾ ഇതാ വളരെ ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഭയങ്കര ഓട്ടത്തിലാണ്. എനിക്ക് അതെ 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 10 മണി സമയം. ബേപ്പൂരിൽ ഇതാ വീണ്ടും ഒരു അംഗത്തിന് ഇറങ്ങുവാണ്, ഇറങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പൊതുവെ അനുകൂലമാണ്. ജനങ്ങളുടെ പ്രതികരണം മനസ്സിലാക്കാം. 5 കൊല്ലത്തെ MLA എന്നുള്ള നിലയിലുള്ള എൻ്റെ പ്രവർത്തനം വിലയിരുത്തുന്നതായിരിക്കും തെരഞ്ഞെടുപ്പ്. LDF സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനവും വികസന പ്രവർത്തനവും വിലയിരുത്തുന്നതായിരിക്കും തെരഞ്ഞെടുപ്പ്. ആ നിലയിൽ പൊതുവെ അനുകൂലമാണ്. ഇപ്പോൾ മിനിസ്റ്റർ വികസന പ്രവർത്തനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത്തവണത്തെ LDFന്റെ ഒരു പ്രചരണ പോസ്റ്റർ കുറച്ചധികം വ്യത്യസ്തമുള്ളായിരുന്നു. കാരണം വെച്ചാൽ ഇതുവരെ നടത്തിയെടുത്ത കാര്യങ്ങളായിരുന്നു എല്ലാവരുടെയും കണ്ടത്. മറ്റാരുടെ LDF അല്ലാതെ ഓർമ്മ ഇതുവരെ നടത്തിയെടുത്ത എല്ലാ പ്രവർത്തനങ്ങളും, അതിപ്പം ആദരം ആയിക്കോട്ടെ, ലൈഫ് മിഷൻ ആയിക്കോട്ടെ, മലയോര ദേശീയ ഹൈവേ, അങ്ങനെ എല്ലാ പദ്ധതികളും അതിൽ കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് ഇനിയൊരു തുടർ ഭരണം, മൂന്നാമതും ഭരണം എന്ന് പറയുമ്പോൾ ഈ മൂന്നാമത് വരുമ്പോൾ എന്തൊക്കെയായിരിക്കും കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും? ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ ജലഗതാഗത പാത തുടങ്ങി വെച്ചാണ്. ജലഗതാഗത പാത പൂർത്തീകരിക്കാനാണ്. അതോടുകൂടി ചരക്ക് ഗതാഗതം റോഡിലൂടെ പോകാതെ ജലഗതാഗത പാതയിലൂടെ പോകാനാവും. കോവളൻ ടു ബേക്കൽ ടൂറിസ്റ്റ് സെൻറ്ററുകളായി മാറും. കോസ്റ്റൽ ഹൈവേ തുടങ്ങി വെച്ചതാണ്. ഓരോ 50 കിലോമീറ്റർ ഇടപെട്ടും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഹിൽ ഹൈവേ ഏറെക്കുറെ പൂർത്തീകരിക്കാനായി, അത് മുന്നോട്ട് പോകാനാവും. പിന്നെ ഒരുപാട് പശ്ചാത്തല വികസന കുതിപ്പിൽ BMNBC റോഡുകൾ അതിപ്പോൾ ഏറെക്കുറെ 60% 8 കൊല്ലത്തേക്ക് ഒരു കുഴപ്പമില്ലാത്തതാണ് BMNBC റോഡ്. അത് 100% ആക്കാൻ പറ്റുന്ന കാലമാണ് ഈ 5 കൊല്ലം. അങ്ങനെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ടൂറിസം, കേരളം ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റായി മാറാനുള്ള സാധ്യതകൾ അത് പല നിലയിലുമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വലിയ നിലയിൽ ഗുണം ചെയ്യും. പിന്നെ എല്ലാ വകുപ്പിലും ഈ ഗുണം കാണാൻ വേണ്ടി ഒരു റിസ്ക് എലവൻസ് ഇല്ലേ? അതായത് ഇപ്പം നമ്മൾ ഇടതുപക്ഷം വികസനം മുന്നോട്ട് വയ്ക്കുമ്പോൾ BJP ഇതേ വികസനം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്ലസ് ഇപ്പം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ വരുന്നെങ്കിൽ ഒരു ഡീൽ എന്ന് പറയുന്ന ഒരു ആരോപണമാണ്. അപ്പം മുന്നോട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ലേ? ഒരു കുഴപ്പമില്ല, അതൊക്കെ ജനങ്ങൾക്ക് അറിയാം. പ്രതിപക്ഷത്തിന് വികസനത്തെക്കുറിച്ച് പറയാനൊന്നുമില്ല. അതുകൊണ്ട് അജണ്ടയെ വഴിമാറ്റാനാണ് ഇപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നത്. BJP ആണെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഭരണം പരാജയമാണ്, രാജ്യത്ത് ഭരണം പരാജയമാണ്. BJP പിന്തുടരുന്ന നവ ഉദാരവൽക്കരണ നയം രാജ്യത്തെ ആകെ പ്രയാസത്തിലെത്തിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഗ്യാസ് സിലിണ്ടറിൻ്റെ പ്രശ്നം ഒന്നിലും കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കുന്നില്ല. പക്ഷേ ഇടതുപക്ഷ ഒരു ബദലാണ്. ഇന്ത്യയിൽ എവിടെയുണ്ട് സർക്കാർ ആശുപത്രികൾ നല്ല നിലയിൽ ഫംഗ്ഷൻ ചെയ്യുന്നു? ഇന്ത്യയിൽ എവിടെയുണ്ട്? അതൊക്കെ ചെറിയ ആരോപണമല്ലേ. ഇവിടെ നല്ല കെട്ടിടങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ. നിങ്ങൾ മറ്റു സ്റ്റേറ്റിലൊക്കെ പോയോക്ക്. ഞാൻ ഒരുവിധം സ്റ്റേറ്റിലൊക്കെ DYFI അഖിലേന്ത്യാ പ്രസിഡന്റിലേക്ക് സഞ്ചരിച്ച ആളാണ്. അവിടെയൊന്നും സർക്കാർ ആശുപത്രി സംവിധാനമില്ല. സർക്കാർ സ്കൂൾ കേരളത്തിലുള്ള പോലെ എവിടെയുണ്ട്? UDF ഭരിക്കുമ്പോൾ പൂട്ടിപ്പോയല്ലേ സർക്കാർ സ്കൂൾ? കുട്ടികളെ എണ്ണം കൂടിയില്ലേ? അപ്പോൾ ഒരു ബദലാണ് ഇടതുപക്ഷം. അപ്പോൾ അത് പൊതുവെ ജനങ്ങൾക്കറിയാം. ബേപ്പൂരിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ PV അൻവറാണ് ഒരു എതിരാളിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ PV അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നിരന്തരമായിട്ടും പിണറായി സത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് മരുമൂലിസ് എന്നൊക്കെ ഒരു ടേം തന്നെ പുള്ളി കോയിൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വിഷമാവാറില്ല. അങ്ങനെ ഒരു ടേമിൽ ഒതുക്കേണ്ട ഒരാളാണോ ശരിക്കും പറഞ്ഞാൽ? അത് പറയേണ്ടവർ പറയട്ടെ. ഓരോരുത്തർക്ക് അവരുടെ രീതികൾ സ്വീകരിക്കാം, വ്യക്തി അധിക്ഷേപം നടത്താം. പക്ഷെ തിരിച്ച് അതുപോലെ നടത്തണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ എന്തായാലും തിരിച്ച് അതേ അർത്ഥത്തിൽ വ്യക്തി അധിക്ഷേപം നടത്തി പോകാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ജനം പൊതുവെ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ജനം പൊതുവെ കാര്യങ്ങൾ തിരിച്ചറിയുന്നവരാണ്. ശക്തനായ ഒരു എതിരാളിയെ കാണുന്നുണ്ട്. ഞാനങ്ങനെ ഇടതുപക്ഷത്തിന് പൊതുവെ അനുകൂല സാഹചര്യമാണ് ഞാൻ അങ്ങനെ കാണുന്നത്. ഇടതുപക്ഷത്തിന് നല്ല സാഹചര്യമാണ്, നല്ല വിജയമുണ്ടാവും. 2021 സർവകാല റെക്കോർഡ് വോട്ട് കിട്ടി 82,000. അത് ഇത്തവണ മറികടന്ന് 82,000-ലധികം വോട്ട് വാങ്ങി ഇടതുപക്ഷം മികച്ച വിജയം നേടും. മീൻസ് ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ടൂറിസം മേഖലയെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഈ കോവിഡ് കാലം വന്നപ്പോൾ അതിനൊരു പിന്നോക്കാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പശ്ചിമേഷ്യ സംഘർഷമുള്ള സാഹചര്യത്തിൽ അതിനൊരു കോട്ടം തട്ടിയിട്ടുണ്ടോ? കാരണം നമുക്കറിയാം വലിയ രീതിയിൽ സംഘർഷം എല്ലാ രീതിയിലും നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സന്ദേശ സിനിമയിലൊക്കെ പറയുന്ന പോലെ മനുഷ്യൻ്റെ കഥ എല്ലായിടത്തും ഒരുപോലെയാണെന്ന് പറയുന്ന പോലെ അങ്ങ് പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷം നടന്നത് കേരളത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? അല്ലെ കേരളത്തിലെ ടൂറിസത്തെ അത് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ടോ? കേരളത്തിലെ ടൂറിസം കോവിഡിന് ശേഷം നല്ല നിലയിൽ മുന്നോട്ട് പോയി.
ഈ ഞങ്ങളെ ഗവൺമെൻറ് വരുന്ന സമയത്ത് കോവിഡ് രൂക്ഷമായിരുന്നു. സ്വന്തം വീട്ടിലെ തൊട്ടടുത്ത റൂമിലേക്ക് പ്രോട്ടോകോൾ കാരണം പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുന്ന ആലോചിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള കേരളത്തിൽ ആ സമയത്ത് ഞങ്ങൾ അയ്യോ ടൂറിസം വെൻറ്റിലേറ്ററിലാണെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുകയായിരുന്നില്ല. കോവിഡ് കുറഞ്ഞാൽ എന്ത് നാട്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. അത്തരമൊരു പദ്ധതിയാണ് ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഉൾപ്പെടെ. ഇന്ന് കേരളം ഉണ്ടായതിനു ശേഷമുള്ള സർവ്വകാല റെക്കോർഡ് ടൂറിസ്റ്റുകൾ വന്ന വർഷമായി 2025 മാറി. പറഞ്ഞ പശ്ചിമേഷ്യൻ സംഘർഷവും മറ്റു പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെട്ടുകൊണ്ട് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. മിസ്റ്റർ, എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാണ്. ഞാൻ എന്തെങ്കിലും മിസ്റ്റർ കാണുമ്പോൾ ചോദിക്കണം എന്ന് കരുതിയാണ്. ഞാനൊരു കണ്ണൂർക്കാരിയാണ്. അപ്പോൾ നമ്മൾ പല സാഹചര്യത്തിലും ഇപ്പോൾ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഉൾപ്പെടെ ഇങ്ങനെയുള്ള പല പരിപാടികളിലും തെയ്യം എന്ന കലാരൂപത്തെ ഒരു പ്രദർശന വസ്തുവാക്കുന്നത് പോലെ പലപ്പോഴും തോന്നിയിട്ട് അത് മലബാറുകാർക്ക് പൊതുവേ തോന്നുന്നുണ്ട്. അപ്പോൾ മലബാറിനെ സംബന്ധിച്ചാണ് തെയ്യം എന്ന് പറഞ്ഞാൽ ഒരു കലാരൂപത്തിനപ്പുറത്തേക്ക് വൈകാരികമായ ഒരു വിശ്വാസത്തിന് ഒരു അതീവ വലിയൊരു രൂപമാണ്. അപ്പോൾ അതിന് ഇത്തരത്തിലൊരു പ്രദർശന വസ്തുവാക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾ ഉണ്ടാവുന്നത് ഞങ്ങളുടെ വിശ്വാസത്തെ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രദർശന വസ്തുവാക്കുന്നത്, അഥവാ നിങ്ങൾക്ക് തെയ്യത്തെ കാണണമെങ്കിൽ അല്ലെങ്കിൽ തെയ്യം എന്ന കലാരൂപത്തെ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ മലബാറിലേക്ക് വരൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രദർശന വസ്തു ആക്കുന്നതിനോട് മിനിസ്റ്ററുടെ അഭിപ്രായം എങ്ങനെയാണ്? അല്ല, തെയ്യം ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെതായ തനതായ പാരമ്പര്യവും ഒക്കെ വിളിച്ചു വന്ന് കേരളത്തിൻ്റെ എല്ലാ നിലയിലും നമ്മൾ ഷോക്കേസ് ചെയ്യേണ്ട കാര്യങ്ങളെ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് ടൂറിസം കണ്ടിട്ടുള്ളത്. ആ നിലയിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഞാൻ എവിടെ കേട്ടിരുന്നു ഫാറൂഖ് കോളേജ് പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് അവിടെ SFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അന്നേ അങ്ങനെ ഇച്ചിരി റിസ്ക് ഉള്ള കാര്യങ്ങൾ അങ്ങ് എടുക്കും. ഫാറൂഖ് കോളേജിൽ പഠിക്കുകയും അവിടെ SFI വളർത്തുകയും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. ഞങ്ങളെ ഫൈനൽ ഇയറിൽ 9-5 സീറ്റ് SFI ജയിച്ചു. ഞാൻ ഫസ്റ്റ് PDC പഠിക്കുമ്പോൾ 9-0 ഫസ്റ്റ് PDC റെപ്രസെൻറ്റേറ്റീവായി മത്സരിച്ച് ജയിച്ചിരുന്നു. ഞങ്ങൾ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമായിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോൾ ഫാറൂഖ് കോളേജ് അതുകൊണ്ട് മാത്രമല്ല തിരഞ്ഞെടുത്ത് സ്പോർട്സ് ആക്ടിവിറ്റീസിന് പറ്റിയ ക്യാമ്പസാണ്. അതായിരുന്നു പ്രധാനം. എനിക്ക് സ്പോർട്സിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അല്ലാതെ SFI എന്നുള്ളതുകൊണ്ട് മാത്രം വന്നതൊന്നുമില്ല. സ്പോർട്സ് ഷട്ടിലായാലും ക്രിക്കറ്റായാലും ഫുട്ബോളായാലും ചെസ്സായാലും ഒക്കെ താല്പര്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പോർട്സിന് പറ്റിയൊരു ക്യാമ്പസ് എന്ന ആഗ്രഹമാണ് എനിക്ക്. അത് കേട്ടിട്ടുണ്ട്. സ്പോർട്സ് ആണെങ്കിലും അതുപോലെ തന്നെ സിനിമയാണെങ്കിലും അതിനൊക്കെ പ്രത്യേകമായിട്ട് സമയം കണ്ടെത്തുന്നു എന്ന് പറയുന്നത്. സമയം കണ്ടെത്താറുണ്ട്. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. മ്യൂസിക്, ഇപ്പോൾ ഞാൻ ലോങ് യാത്ര പോകുമ്പോഴൊക്കെ തന്നെ മൊബൈലിൽ ഇയർഫോണിൽ വെച്ച് പാട്ട് കേൾക്കലാണ് എൻ്റെ ഒരു ഹോബി. അത് മന്ത്രിയായപ്പോഴും അങ്ങനെ തന്നെയാണ്. യാത്ര പോകുമ്പോൾ അപ്പോൾ ചുവട്ടിൽ പാട്ട് വെക്കും, പാട്ട് കേൾക്കണം. അതുപോലെ തന്നെ ഇതിനിടയിൽ ഈ പ്രചരണ തിരക്കിനിടയിലും മറ്റേ ഷട്ടിൽ കളിക്കുക അങ്ങനെ കുറേ ഇങ്ങനെ ഷട്ടിൽ കളിയൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ കളിക്കുന്നതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ അതിന് സമയം കിട്ടാറില്ല. അപ്പോൾ എവിടെയെങ്കിലും അത് തിരഞ്ഞെടുപ്പായാലും അല്ലെങ്കിലും എവിടെയെങ്കിലും ഷട്ടിൽ കളീനെ ഓരോടും തട്ടി കളിക്കുക. അത് മനസ്സിനൊരു സുഖം. അത് ഫുട്ബോളായാലും ക്രിക്കറ്റായാലും ഒക്കെ അതുണ്ട്. ഞാനൊരു വിമർശനമുള്ളൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഒരു മുഹമ്മദ് റിയാസ് ഒരുപാട് റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ താങ്കൾക്കെതിരെ ഒരു റിയൽ മന്ത്രിയല്ല റീൽ മന്ത്രി എന്നൊക്കെ പറയുന്ന ഒരു പരാമർശം അതിനെങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ തന്നെ ഏറ്റവും അധികം റീൽ ചെയ്യുന്നവരായിരിക്കും. റീലിലൂടെ ആയിരിക്കും വിമർശനം ഉന്നയിക്കുന്നത്. നമ്മൾ ജനങ്ങളിൽ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ടെക്നോളജി ഉപയോഗിക്കുക എന്നുള്ള സ്വാഭാവികമല്ലേ. റീല് നിരോധിക്കപ്പെട്ട സംഗതിയാണോ? അല്ലല്ലോ. എല്ലാവരും റീൽ ഉപയോഗിക്കുക. റീൽ ഉപയോഗിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? റീൽസും ഷോർട്സും ഒക്കെ ആളുകൾ കാണുന്നു, അധികം സമയം എടുക്കാതെ കാണുന്നു. പെട്ടെന്ന് ഇപ്പോൾ തന്നെ നമ്മൾ പരിപാടി പെട്ടെന്ന് തീർക്കുന്നതുകൊണ്ട് വെച്ചാൽ അധികം നേരം ആൾ കാണില്ല. എനിക്കും പോകാൻ തിരക്കുണ്ട്, നിങ്ങൾക്കും തിരക്കുണ്ട്, കാണുന്നവർക്കും സമയമില്ല. അപ്പോൾ റീൽസും ഷോർട്സും ഉള്ള കാലത്ത് നമ്മളത് ഉപയോഗിക്കും. സ്വാഭാവികം, എല്ലാവരും ഉപയോഗിക്കില്ലേ. അതിലൊന്നും അഭിപ്രായമൊന്നും അതൊന്നും ഇല കേട്ടിയില വിടുന്നു. പക്ഷെ ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് എടുത്തിട്ടായിട്ട് കണ്ടൊരു കാര്യമാണ് ഈ നൈറ്റ് ലൈഫ് എന്നുള്ളത്. പക്ഷെ അപ്പോഴും നമുക്ക് ഈ നൈറ്റ് ലൈഫ് പൂർണ്ണമായിട്ട് നമുക്ക് നടത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? കാരണം അതിന് കുറേ സുരക്ഷാ പരിമിതികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നൈറ്റ് ലൈഫ് ഇപ്പോൾ നിലവിൽ ഈ 14 ജില്ലകളെ കമ്പയർ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തുണ്ട്, മാനവീയ വീഥി ഉൾപ്പെടെയുണ്ട്, ഇപ്പോൾ കൊച്ചിയിലുണ്ട്, പിന്നെ കുറച്ചധികം ഉള്ളത് കോഴിക്കോടാണ്. മറ്റ് ജില്ലകളിലൊന്നും ഇത് പൂർണ്ണമായി അങ്ങ് എത്തിയിട്ടില്ലല്ലോ. ഒന്നാമത് ഈ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തെറ്റിദ്ധരിക്കുക. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ കുടുംബത്ത് രാത്രി സമയം ചെലവഴിക്കാനും കൂടിയുള്ള ഇടമാണ്. അത് ഒറ്റക്കോ സുഹൃത്തുക്കൾക്കൊപ്പോ കുടുംബമൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്തിന് പ്രത്യേകത, ജോലി കഴിഞ്ഞ ആളുകൾ വീട്ടിലെത്തുമ്പോൾ തന്നെ 8-9 മണിയാവും. പിന്നെ പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്ന 9 മണി കഴിഞ്ഞിട്ടാണ്. ഫാമിലി ആയിട്ട് പോയി ഇരിക്കാനുള്ള സ്ഥലം, അത് പൊതു ഇടങ്ങൾ, അത് വർദ്ധിപ്പിക്കണം. ഇപ്പോൾ കോഴിക്കോട് ബീച്ച് നിങ്ങൾ എടുത്ത് നോക്കൂ, രാത്രി 1 മണി 2 മണി വരെ ഫാമിലി ആയിട്ട് ആളുകളാണ്. അതൊരു പ്രത്യേകത. കൊല്ലത്ത് ഇപ്പോൾ പാലത്തിൻ്റെ അടിയിലുള്ള വി പാർക്ക് ഉപയോഗപ്പെടും. വി പാർക്ക് അടിയിലൊക്കെ ഇപ്പോൾ ആളുകളാണ്, 1 മണി ഫാമിലിയും കുട്ടികളും ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരു ഐഡിയ? പാലത്തിന്റെ ആ താഴെയുള്ള ഒരു അത് വെറുതെ കിടക്കുന്ന ആളുകൾ ചുരുണ്ടുകൂടി കിടക്കുന്ന സ്ഥലമാണ്. ചിലയിടത്ത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം, അരാജകത്വ പ്രവണതയുള്ള സ്ഥലമാണ്. അതൊക്കെ മാറ്റി ആ സ്പേസ് ഉപയോഗിക്കുക. അവിടെ ഷട്ടിൽ, അതുപോലെ സ്പോർട്സ്, അല്ലെങ്കിൽ ആളുകൾക്ക് മ്യൂസിക് ആസ്വദിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ളൊക്കെ സൗകര്യം ഒരുക്കുക.
അപ്പോൾ അതൊരു ഡിസൈൻ പോളിസിയുടെ ഭാഗമായിട്ടാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ്. ഡീലാണ് CPM BJP ഡീല്, അതുപോലെ തന്നെ CPM SDPയുടെ വോട്ടുകൾ സ്വീകരിക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രശ്നങ്ങളെ ഒരു തിരഞ്ഞെടുപ്പിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ ഡീവിയേറ്റ് ചെയ്തു പോകുന്നതായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന 5 കൊല്ലം സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്തു, സ്റ്റേറ്റ് ഗവൺമെൻറ് ഫെയിലിയർ ആണോ അതോ സക്സസ് ആണോ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ, വികസനം എന്തൊക്കെ, ജനക്ഷേമ പ്രവർത്തനം എന്തൊക്കെ, ഇത് ചർച്ച ചെയ്താൽ സ്വാഭാവികമായിട്ടും LDFന് കൂടുതൽ സീറ്റ് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും അജണ്ടയെ വഴിമാറ്റാൻ വേണ്ടി നടത്തുന്ന ചില പരാമർശങ്ങളാണ്. സ്വാഭാവികമായിട്ട് ചില മാധ്യമങ്ങളും അതിൻ്റെ പിന്നാലെ പോകും, അപ്പോൾ അജണ്ട അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. പക്ഷേ ജനങ്ങൾ പൊതുവേ വിവാദങ്ങളും ബഹളങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ക്രിയാത്മകമായി എന്ത് ചെയ്യുന്നു, ആര് ചെയ്യുന്നു എന്നുള്ളത് പരിശോധിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പവർ കട്ടില്ലാത്ത കേരളം, വ്യവസായ മേഖല വളരുന്നു, പുതിയ റോഡും കെട്ടിടവും പാലവും വരുന്നു, സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെട്ടതാകുന്നു, സർക്കാർ സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കൂടുന്നു, പെൻഷൻ മുടങ്ങാതെ കിട്ടുന്നു, വീട്ടമ്മമാർക്ക് പെൻഷൻ വരുന്നു, ഇവിടെ മതവർഗീയ കലാപങ്ങളില്ലാത്ത നാടായി മാറുന്നു. അപ്പോൾ സേഫ് ഇടതുപക്ഷമാണ്, അപ്പോൾ വോട്ട് ഇടതുപക്ഷത്തിന് ചെയ്യുന്നു. പക്ഷെ അത് ഇടതുപക്ഷത്തിന്റെ മൂല്യത്തിനൊരു മങ്ങലേൽപ്പിക്കുന്നില്ലേ? ഏത് പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കും? അല്ല, പെൻഷൻ അതല്ല, ഡീലാരോപണങ്ങളൊക്കെ ഇടതുപക്ഷം ഉണ്ടായ അന്ന് മുതൽ ആരോപണം വരുന്നതാണ്, എന്നിട്ട് മൂല്യം തകർന്നു പോയോ? എന്നാണ് അതെല്ലാ കാലത്തും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. ഇടതുപക്ഷത്ത് എന്നാണ് ആരോപണം വരാതിരുന്നുള്ളത്? ഇടതുപക്ഷം ആക്രമിക്കപ്പെടാത്തൊരു കാലം നിങ്ങൾ പറയും. എല്ലാ കാലത്തും ആക്രമിക്കപ്പെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുഹമ്മദ് റിയാസ് എന്ന മിനിസ്റ്ററിനെ ബോധപൂർവ്വം ചരിത്രത്തിനെ അങ്ങ് തുടച്ചു നീക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഞാനത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും തോന്നി ശ്രമിച്ചാലും എന്നെ സംബന്ധിച്ച് അതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല, നടക്കില്ല. അല്ല, ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്ന ആളല്ല. ഇല വരുന്ന ഇല കേട്ട് പോവാൻ നമ്മൾ അതിന് സമയം ചെലവഴിച്ച് ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാനില്ലേ, അതും ആലോചിച്ച് അയ്യോ ഇതെങ്ങനെയോ എങ്ങനെയോ ആലോചിച്ച് പോയിട്ടൊരു കാര്യമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കുറച്ചാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിനപ്പുറത്തേക്ക് ഇടതുപക്ഷ നേതാക്കളെ വലിയ രീതിയിൽ ഒരു വ്യക്തിഹത്യ നടത്തുന്ന പോലെ മിനിസ്റ്റർക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് പൊതുവേ ഉണ്ട്. ഇടതുപക്ഷ ലീഡർഷിപ്പിന് അങ്ങനെ ലീഡർഷിപ്പിലെ പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കി അതിനെ സെലക്ട് ചെയ്ത് വളഞ്ഞിട്ടടിക്കുന്നൊരു പരിപാടിയുണ്ട്. പക്ഷെ അതൊക്കെ മറികടന്ന് കരുത്തുറ്റ നേതൃത്വമാണെങ്കിൽ വളർന്നു വരും. ഈ തീരദേശത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ബേപ്പൂർ എന്ന് പറയുന്ന ഒരുപാട് അത് കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? വെൽഫെയറിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പൊതുവേ സ്റ്റേറ്റിൽ ചെയ്തിട്ടുണ്ട്, ഇവിടെയും ചെയ്തിട്ടുണ്ട്. മത്സ്യഗ്രാമമായി കടലുണ്ടി ഗ്രാമത്തെ തിരഞ്ഞെടുത്ത് 7 കോടി രൂപയുടെ പദ്ധതി, അടിസ്ഥാന സൗകര്യ വികസനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ നല്ല നിലയിൽ ചെയ്തു പോയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.